അമേരിക്കയിലെ ബോസ്റ്റണിൽ ഒരു സാധാരണക്കാരനായി ജനിച്ച് എത്യോപ്യ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. ഒരു ജിജ്ഞാസയുള്ള കുട്ടിയിൽ നിന്നും ഒരു കാരുണ്യവാനായ ഡോക്ടറിലേക്കുള്ള ശ്രദ്ധേയമായ യാത്രയാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. 1965 ജൂൺ 12 അമേരിക്കയിലെ ബോസ്റ്റണിൽ ജനിച്ച റിക് ഹോഡ്സ് കട്ടിയുള്ള കണ്ണട ധരിച്ച് ദിവസം മുഴുവൻ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സാധാരണ കുട്ടിയായിരുന്നു. സ്കൂളിൽ എല്ലാ വിഷയങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ശാസ്ത്രത്തോടാണ് റിക്കിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നത്. 10 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം പത്രത്തിൽ അവൻ ഒരു ലേഖനം വായിച്ചു. ആഫ്രിക്കയിൽ വൈദ്യസഹായം കിട്ടാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടെന്ന് അന്ന് തന്നെ കുഞ്ഞു റിക് മനസ്സിലാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ റിക് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ പ്രവേശനം നേടാൻ കഠിനമായി പരിശ്രമിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മറികടന്ന റിക് 1992 ഒരു ഡോക്ടറാകുന്നത്. ഡോക്ടറായ റിക്കിന് വലിയ ആശുപത്രികളിൽ ജോലി ചെയ്യുവാനും വലിയ ശമ്പളം നേടുവാനും അവസരങ്ങൾ വന്നുവെങ്കിലും റിക്കിന്റെ മനസ്സിൽ മറ്റൊരു മാർഗമാണുണ്ടായിരുന്നത്. മെഡിക്കൽ ട്രെയിനിങ് പൂർത്തിയാക്കിയ റിക് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയിൽ ചേർന്നു. റിക്കിന് ലഭിച്ച ആദ്യ അവസരം എത്യോപ്യയിലേക്ക് 6 മാസത്തെ പഠനയാത്രയായിരുന്നു. സന്തോഷത്തോടെ തന്നെ അദ്ദേഹം അത് സ്വീകരിച്ചു. എത്യോപ്യയിലേക്ക് യാത്ര ആരംഭിച്ച അദ്ദേഹം ഡെസി എന്ന ഒരു ചെറിയ പട്ടണത്തിലെത്തി. അവിടെ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒരു ചെറിയ ക്ലിനിക്കായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. കുടിവെള്ളത്തിനും ക്ഷാമമുണ്ടായിരുന്നു. സാങ്കേതിക ഉപകരണങ്ങൾ പോലും വളരെ പരിമിതമായിരുന്നു. എന്നാലും ആ പ്രദേശത്തെ ആളുകളുടെ ചിരിയും അവരുടെ കരുത്തും റിക്കിന്റെ ഹൃദയത്തെ ആകർഷിച്ചു. താമസിയാതെ റിക് എത്യോപ്യയിൽ വിവിധ മെഡിക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം സ്ത്രീകളിലെ ഗർഭാശയ ക്യാൻസർ നിർണയിക്കുവാനുള്ള വിദൂര ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചു. ഗ്രാമീണ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ആരോഗ്യ ക്ലിനിക്കുകൾ സ്ഥാപിച്ചു. 100 കണക്കിന് പ്രാദേശിക ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിച്ചു. ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടി ഒരു പോഷകാഹാര പദ്ധതി തന്നെ അദ്ദേഹം നടപ്പിലാക്കി. ആദ്യത്തെ 6 മാസത്തെ സന്ദർശനം പൂർത്തിയായപ്പോൾ റിക്കിന് കുറച്ചു കാലത്തേക്ക് തിരികെ അമേരിക്കയിലേക്ക് പോകുവാൻ പദ്ധതിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം എത്യോപ്യയിൽ തന്നെയായിരുന്നു. ഒരിക്കൽ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷം ആ സ്ത്രീയുടെ ഭർത്താവ് റിക്കിനോട് പറഞ്ഞു, "നീ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ കുടുംബം ഇല്ലാതെയാകുമായിരുന്നു." അത് കേട്ട നിമിഷത്തിൽ റിക്ക് മനസ്സിലാക്കി ഈ ജനതയ്ക്ക് അദ്ദേഹത്തെ വളരെയധികം ആവശ്യമാണെന്ന്. അങ്ങനെ ഒരു താൽക്കാലിക നിയമനമായി ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് അദ്ദേഹത്തിന്റെ ആജീവനാന്ത ദൗത്യമായി മാറി. അങ്ങനെയിരിക്കെ 2010 എത്യോപ്യയിൽ ഒരു വരൾച്ചയുണ്ടായി. വലിയ ദുരിതങ്ങൾ നിറഞ്ഞ ആ കാലത്ത് അദ്ദേഹം രാപകലില്ലാതെ ജനങ്ങളെ സഹായിക്കാൻ പ്രവർത്തിച്ചു. ഭക്ഷണമോ വിശ്രമമോ ഇല്ലാതെ ദിവസവും 20 മണിക്കൂറിലധികം അദ്ദേഹം പ്രവർത്തിച്ചു. 2013 അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഒരു 3 വയസ്സുള്ള പെൺകുട്ടി വന്നു. കുട്ടിക്ക് ഗുരുതരമായ ശ്വാസകോശ രോഗമുണ്ടായിരുന്നു. അവളുടെ ജീവൻ തന്നെ അപകടത്തിലായിരുന്നു. ജീവൻ രക്ഷിക്കുന്ന ഉപകരണങ്ങൾ ഒന്നും ലഭ്യമല്ലാതിരുന്നപ്പോൾ റിക്ക് ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ചു ഒരു ഇംപ്രൊവൈസ്ഡ് റെസ്പിറേറ്റർ ഉണ്ടാക്കി. 72 മണിക്കൂർ തുടർച്ചയായി കുട്ടിയുടെ കിടക്കക്കരികിലിരുന്ന് റിക്ക് കൈകൊണ്ട് തന്നെ ആ ഉപകരണം പ്രവർത്തിപ്പിച്ചു. ആ കുട്ടി രക്ഷപ്പെട്ടു. ഇന്ന് അവൾ ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. 2018 റിക്കിനെ ഞെട്ടിച്ചുകൊണ്ട് അത് സംഭവിച്ചത്. റിക്കിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് തിരികെ പോകുവാൻ അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ ജീവിതം എത്യോപ്യയ്ക്കായി സമർപ്പിച്ച അദ്ദേഹവും മരണവും അവിടെ തന്നെയാകട്ടെ എന്ന് തീരുമാനിച്ചു. 2020 ഏപ്രിൽ 17 താൻ സഹായിച്ച 100 കണക്കിന് ആളുകൾക്കിടയിൽ റിക് ഹോഡ്സ് അവസാനമായി കണ്ണടച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് എത്യോപ്യയിലെ ഡെസിയിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചു. റിക്ക് സ്ഥാപിച്ച ക്ലിനിക്കുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പരിശീലിപ്പിച്ച ആരോഗ്യ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ മാതൃക ഇപ്പോഴും പിന്തുടരുന്നു.
ഒരു വ്യക്തിയുടെ മെഡിക്കൽ ക്യാമ്പായി മാത്രം അവസാനിക്കേണ്ടിയിരുന്ന ഒരു യാത്രയാണ് പിന്നീട് അനേകം ജീവൻ രക്ഷിച്ച ഒരു തീരുമാനമായത്. ഒരു വ്യക്തിക്ക് ഒരു ലോകത്തെ മാറ്റാൻ കഴിയും എന്ന കാര്യം ട്രിഹോട്സ് തെളിയിച്ചു. അദ്ദേഹത്തിന്റെ കഥ നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുത്താൻ പ്രചോദനമാകട്ടെ.